നേരം പാതിരിയായിട്ടും അടങ്ങിയില്ലേ കാലമാടന്മാരെ? അയ്യോ, പ്രൊഫസർ പരമചേട്ടനല്ലേ? അതെ. സൈക്കിളിൽ നിന്ന് ഇറങ്ങാതെ കറങ്ങിക്കൊണ്ടിരിക്കണ? അല്ല, പിന്നെ പരമചേട്ടനല്ലേന്ന് ചോദിച്ചപ്പോ അതേന്ന് പറഞ്ഞതോ? പരമൻ ചേട്ടനല്ല, പരമന്റെ ചേട്ടൻ. ഞങ്ങളെ ഇരട്ട പറ്റതാ. ഒരൊറ്റ ദിവസത്തെ വ്യത്യാസമാണ് ഞങ്ങളെ തമ്മില്. തലേ ദിവസം എന്നെ പ്രസവിച്ചു, ഞാൻ സർക്കസിന് പോയി. പിറ്റേ ദിവസം അവനെ പ്രസവിച്ചു, അവൻ സൈക്കിൾ യജ്ഞത്തിന് പോയി. ഇടയ്ക്കിടയ്ക്ക് അവനൊന്നും കണ്ടില്ലെങ്കിൽ എനിക്ക് സഹിക്കില്ല. അവൻ ഇപ്പോഴും അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു മാസത്തേക്ക് ഇനി സൈക്കിളിൽ നിന്ന് ഇറങ്ങില്ല. അതാണല്ലോ സൈക്കിൾ യജ്ഞം. പറിച്ചു വെച്ച പോലുണ്ട്. പെറ്റ തള്ളയ്ക്ക് പോലും മാറിപ്പോവും. ഇതുപോലെ രണ്ടെണ്ണത്തിന്റെ പെറ്റുന്നു. അതെ, എന്താ ഏട്ടാ? അയ്യോ, ആ സ്ത്രീയെ സമ്മതിക്കണം. ഞാനൊരു സത്യം പറഞ്ഞ ചേട്ടനും ചേച്ചിയും അവനെ വെറുക്കരുത്. പരമൻ ചേട്ടനെയോ? ഏയ്, പരമൻ തൽസ്വഭാവി, നല്ല ഒന്നാന്തര അഭ്യാസി. എന്റെ അനുജനായോണ്ട് പറയല്ല, സൗകര്യപ്പെട്ട ചേച്ചി അവനെ ഒന്ന് പരിചയപ്പെടണം. സ്ത്രീകളുമായിട്ട് അങ്ങനെ ചാടിക്കേറി പരിചയപ്പെടുന്ന കൂട്ടത്തിലൊന്നും അല്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന മറ്റവന്റെ കാര്യമാണ്. ശംഖു എന്ന് പറഞ്ഞൊരുത്തൻ ഇവിടെ വരാറില്ലേ? വരാറില്ലെന്നു. കുറച്ചു നേരത്തെ അവന് ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയില്ലുള്ളൂ. അവൻ വന്ന വാരി കോരി കാശ്. തെറ്റിപ്പോയി. ഇതൊക്കെ അവന്റെ വേലകളാ. നിങ്ങളുമായിട്ട് ഇത്രയും അടുത്ത സ്ഥിതിക്ക് ഞാൻ പറയാം. കൂട്ടത്തിലുള്ള ഒരാളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും സത്യം പറയാതിരുന്ന ചേട്ടൻ എന്റെ സ്വന്തം ചേട്ടനെ പോലെയല്ലേ. ചെറുപ്പക്കാരികളായ ഭാര്യമാരിലാണ് അവന്റെ നോട്ടം. തിരുവനന്തപുരത്ത് കാട്ടാക്കടക്കടുത്ത ഒരു പോലീസുകാരന്റെ ഭാര്യ അവൻ അടിച്ചോണ്ട് പോന്നു. പെരുമ്പാവൂരിൽ നിന്ന് ഒരു സ്വർണ്ണക്കടക്കാരന്റെ ഭാര്യ അടിച്ചോണ്ട് പോയി. കൊണ്ടോട്ടിൽ നിന്ന് ഒരു മുസലിയാരുടെ ഭാര്യ അടിച്ചോണ്ട് പോയി. വയസ്സുകാലത്ത് ചേട്ടൻ വളരെ സൂക്ഷിക്കണം. ചേച്ചി നന്നേ ചെറുപ്പം. എത്രയായി? എവിടെ ചെന്നാലും എനിക്ക് സ്നേഹമുള്ള ഒരു ചേട്ടനെയും സ്നേഹമുള്ള ഒരു ചേച്ചിയെയും കിട്ടും. അതെന്റെ ഒരു ഭാഗ്യമാ. ഇവിടെ വന്നപ്പോഴും കിട്ടി. നല്ല സ്നേഹമുള്ള ഒരു ചേട്ടൻ, സ്നേഹമുള്ള ഒരു ചേച്ചി. എവിടെ എന്റെ ചേച്ചി? ചേച്ചി, എന്നെ ശംഖു എന്ന് പറഞ്ഞില്ലേ? എന്താ ഇങ്ങോട്ട് കാണാത്ത? അവക്ക് നല്ല സുഖമില്ല. അയ്യോ, എന്ത് പറ്റി? ഓ, ഒരു ചെറിയ പനി. എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? ഓ, അത്രയ്ക്കൊന്നും അങ്ങനെ കരുതാൻ പാടില്ല. അത് തെറ്റാ. ചേച്ചിയെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ നോക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതിനെന്താ നേരം കാണിക്കാത്ത? മോശമായി പോയി. ചേച്ചി, നേരെ ഒരുപാടായി. ശംഖു പോയട്ടെ. അങ്ങനെ പോയാൽ എങ്ങനെ? ചേച്ചിക്ക് സുഖമില്ലായിരിക്കുമ്പോ ഞാൻ എങ്ങനെ പോവും? ഞാൻ പോയ സ്നേഹമില്ലാത്തവരല്ലേ? ചേച്ചി, എന്താ ചേട്ടന്റെ പ്രശ്നം? പൈസ ഇല്ല കയ്യില്? എന്റെ പോക്കറ്റിൽ ഒരുപാട് പൈസ ഉണ്ട്. നമുക്ക് കാശ് തീരുന്നവരെ ചേച്ചിയെ കാണിക്കാം. ടാക്സി വിളിക്കണോ? ഞാൻ ചേച്ചിയെ കയ്യിലെടുത്തോണ്ട് പോണോ? ഞാനുള്ളപ്പോ ചേച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, ചേട്ടനും ഉണ്ടാവാൻ പാടില്ല. ചേട്ടൻ എന്താ പ്രശ്നം? ചേട്ടൻ എന്താ പ്രശ്നം? ഇപ്പൊ നീയാണ് എന്റെ പ്രശ്നം. എന്നാടാ നിന്റെ അമ്മ ഇരട്ട പ്രശ്നം? എവിടെടാ അവൻ? പിന്നെ അട്ടി വാങ്ങിക്കണ്ടെങ്കിൽ സത്യം പറഞ്ഞോണം. എവിടെ അവൻ? ഷാപ്പിൽ പോയിരിക്കും. പറയണ്ടെന്ന് പറഞ്ഞു. പങ്കജൻകുട്ടി, ഈ നേരം വിളിക്കുന്നത് എന്തുകൊണ്ടാ? സൂര്യൻ ഉദിക്കുന്നുണ്ട്. സൂര്യൻ ഉദിക്കുന്നതോ? എനിക്കറിയില്ല. കോഴി കൂണതുകൊണ്ട്. ലോകത്തുള്ള കോഴികളൊക്കെ തല്ലിക്കൊന്നാലോ എന്ന് ഞാൻ ആലോചിക്കുക. പിന്നെ നേരം വെളുക്കൂലല്ലോ. എപ്പോഴും രാത്രി മാത്രം നമ്മൾ രണ്ടുപേരും ഇങ്ങനെ രാത്രി കള്ളം തന്നെയാ. മരിക്കോളം ഞാനും നീയും ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. എന്തിനാ ഇതിന്ന് ഇറങ്ങിയത്? നാട്ടുകാരെ ഉണ്ടാ? ഞാൻ ഒരിടത്തും പോയില്ല. ഇല്ല, ആശുപത്രി പോയിരുന്നു. വയറുവേദനയ്ക്ക്. വേണ്ടച്ചാ, നാട്ടുകാർ കണ്ടാ? കാണട്ടെ, എല്ലാവരും കാണട്ടെ. ഗോവിന്ദനാശാൻ നാട്ടുകാരെ പറ്റിച്ചാണ് കഞ്ഞി കുടിക്കുന്നതെന്ന് അറിയട്ടെ എല്ലാവരും. വെട്ടിയെടുത്തോ?
ഇനി ഈ കളത്തിൽ ചവിട്ടിയാൽ ആ കാലി ഞാൻ വിട്ടു. ആശാനെ മിണ്ടിപ്പോകരുത്. ഇക്കാലം അത്രയും അധ്വാനിച്ച് അന്നം തിന്നോനാ ഞാൻ. പൂജിക്കണ ദൈവം എനിക്ക് ചെയ്യുന്ന തൊഴില്. കാലം ഒന്നേ മുടങ്ങിയിട്ടുള്ളൂ. നാളെ ഈ നാട്ടുകാരോട് മാപ്പ് പറഞ്ഞ് പോയിലും കയറും സൈക്കിളും വരും. പൊയ്ക്കോ, എവിടെയാന്ന് വെച്ചാ പൊയ്ക്കോ. ആശാനെ പോട്ടെ, അവൻ അറിയാണ്ട്. മക്കളെപ്പോലെയല്ലേ ഞാൻ നിങ്ങളെ കാണുന്നത്, അങ്ങനെയല്ലേ സ്നേഹിക്കുന്നത്. എന്നിട്ട് ഇവൻ ഇനി അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാനല്ലേ പറയുന്നത്. നീ സൈക്കിളിൽ കയറ്. നമ്മൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാനുള്ള അവകാശം ആശാനുണ്ട്. ആശാ പോണം. കസ്തൂരി നീ സൈക്കിളിൽ കയറ്. ആളുകൾ വരുന്നതിന് മുമ്പ് സൈക്കിളിൽ കയറാൻ പോ. വാ വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വാ തരാം. തമ്പുരാൻ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മദ്രാസിൽ നിന്ന് എപ്പോഴെത്തിയാണോ? ഇന്നലെ രാത്രിയിൽ. അങ്ങോട്ട് ഇങ്ങോട്ട് തന്നോളൂ, അകത്തേക്ക് വയ്ക്കാലോ. ഓ ഇറങ്ങിയല്ലോ ഇരണ്ടകള്. ഒറ്റണത്ത് നിന്ന് ഇവിടെ പുറത്ത് കാണാൻ പാടില്ല. ഒക്കെ ഭാഗത്ത്. നിർത്തണോ നിർത്തണ്ടോ തീരുമാനിക്കുന്നത് ഞാനാ. വയറ് നിറയണവരെ കഴിക്കും. അതല്ലടോ ഈ കുന്ത്രാണ്ടം. ഇതാരെങ്കിലും നിർത്തുണ്ടോ? നമസ്കാരം. അതിനൊന്നും ഒരു കുഴപ്പമില്ല, ആയിക്കോട്ടെ. അന്ന് സമ്മതം തരുമ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഒച്ചയും ബഹളൊന്നും തമ്പുരാന് ഇഷ്ടല്ലാണ്. ഇന്ന് തറവാട്ടിൽ അദ്ദേഹം വരുന്നുണ്ട്. പാട്ടും കുത്തൊന്നും വേണ്ട. അയ്യോ, ആള് ശരിക്കും കൂടി തുടങ്ങിയത് ഇപ്പോഴാ. അതിലിടയ്ക്ക് ഒരു ദിവസം നിർത്തിയാൽ. മാത്രമല്ല സൈക്കിളിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല, യജ്ഞല്ലേ. ഇറങ്ങണ്ട, താൻ അവിടെ കിടന്ന് തിരിഞ്ഞോ. ഈ കുന്തം തൊള്ളോറക്കണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല അത് ആശാനെ അപ്പൊ ഇന്ന് കളിയില്ലല്ലോ. ഞാൻ ഒന്ന് പുറത്ത് ഇറങ്ങിട്ട് വരട്ടെ. ഭീമ, താടിക്ക് തീ പിടിക്കുമ്പോ ബീഡി കൊളുത്തിക്കോട്ടോ എന്ന് ചോദിക്കുന്നത് ശരിയല്ല. കസ്തൂരി, എന്റെ കസ്തൂരി, നീ പട്ടുടുത്തു പൊട്ടു. അയ്യോ അയ്യോ അയ്യോ, ഓടി വരണേ, ഇങ്ങനെ വരണേ. തൊടാതെ സംസാരിക്കാൻ സഹോദരാ. അയ്യോ, കൈ പിടിക്കണേ, കൈ പിടിക്കണേ, കൈ പിടിക്കണേ. ചങ്കുണ്ണാ. ഏയ് ഇനി വാ. എന്താ പ്രശ്നം? ഞങ്ങളിങ്ങനെ ചുമ്മാ മാങ്ങ പറിക്കാനായിട്ട്. നിങ്ങൾ ഇപ്പൊ കാണിച്ചത് ആണുങ്ങൾക്ക് ചേർന്ന പ്രവൃത്തിയാണോ? ഞങ്ങളൊന്നും ചെയ്തില്ല. ഇതെപ്പോഴും എന്നെ കൊണ്ട് ഇങ്ങനെ പറയിക്കണോ? ആ ശരി പോരെ. ആ തുടക്കേ. അത് മുണ്ടി മുണ്ടി തുടക്കേ. ആ അത് അവളുടെ കൊടുക്ക. എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു. ആ കസ്തൂരി ഒരെണ്ണം കൊടുക്ക. നീക്കേ. വാ. എണീക്ക്. റോങ് ആയിട്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. കസ്തൂരി നീ പാട്ട് പാടുമല്ലടാ? ഇല്ല. ഡാൻസും ചെയ്യും. അറിഞ്ഞൂടാ. ഒരു പാട്ട് പാട്. കസ്തൂരി, കസ്തൂരി ഡാൻസ് ചെയ്തോണ്ട് പാടാ. പാടാ. അഴകിൻ ചെങ്കാരി, പട്ടുടുത്തു പൊട്ടുടുത്തു മുത്തുമാല ഇട്ട് വരും കസ്തൂരി, കസ്തൂരി. എന്താ എന്താ അവിടെ? എന്താ എന്താ പ്രശ്നം? എന്തിനാ നിങ്ങളെ കെട്ടിട്ടിരിക്കണേ? ഇതും വല്ല അഭ്യാസം മറ്റാണ്. ഇവന്മാരുടെ ചില അഭ്യാസങ്ങൾ മാറ്റിയെടുക്കാനുള്ള ഒരു അഭ്യാസം. എന്താ കാര്യം? നേരിട്ട് അങ്ങോട്ട് ചോദിക്കണം. തമ്പുരാനെ രക്ഷിക്കണം. ആന ചവിട്ടി ചേത്ത അതിനൊരു അന്തസ്സുണ്ട്. ഇത് പൊറുംപൊടിയായിട്ട് ചാവാൻ പോവുക. ഞാനൊന്ന് സൂചിപ്പിക്കണ്ടായാലോ, തെക്കേ പറമ്പിൽ അഭ്യാസങ്ങൾ കാണിക്കുമ്പോഴത്തേകളാ. ഓഹോ, ഏയ് ഇവരെ അഴിച്ചുവിടും. വരട്ടെ വരട്ടെ.
അവരെ കെട്ടിയിട്ടത് ഞാനാ, അഴിച്ചുവിടാനും എനിക്കറിയാം. തർക്കുത്തരം പറയാനോ താൻ? ആരോടാ സംസാരിക്കുന്ന അറിയോ? തമ്പുരാൻ, പ്രതാപവർമ്മ തമ്പുരാൻ. എന്താ അതെന്റെ പേര്? ശംഖു. വലിയ മിടുക്കനാണ് അല്ലേ? എന്തിനാ ഇവരെ കെട്ടിയിട്ടെ? പോക്കൃത്തരം കാണിച്ചിട്ട്. ഞങ്ങളൊന്നും കാണിച്ചില്ല. ഈ പെണ്ണ് ഞങ്ങളുടെ മുമ്പ് വന്ന് കൊഞ്ചു കൊഴിഞ്ഞപ്പോ ഞങ്ങൾ അട്ടിച്ച് പല്ലേൻ താഴെ ഇടും. എടാ തെരുവിലാണ് ജീവിക്കുന്നത് വെച്ചാൽ അഴിഞ്ഞാട്ടക്കാരിയാണെന്ന് പോട്ടെ വിചാരിച്ചോ? പോട്ടെ, ക്ഷമിച്ചുകളാ, ചെറുപ്പക്കാരല്ലേ. പോട്ടെ കുട്ടി. വാ. ഒരബദ്ധം പറ്റിപ്പോയതാണ്. ഈ പ്രദേശത്ത് കണ്ടുപോരുത്. ഓക്കോ. ആവേശം കൊള്ളാം. എന്താ കുട്ടിയുടെ പേര്? കസ്തൂരി. ഏ? കസ്തൂരി. വാ. എന്നാ പോവാ. ഏ? പോവാ. ആ